2013 ഇപ്പോൾ വിവാദ പുരുഷനായിട്ടുള്ള ബി അശോക് അന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായ ആളായിരുന്നു. അന്ന് UDF ആയിരുന്നു അധികാരത്തിൽ. അന്ന് ഒരച്ചടക്ക നടപടി മാത്രമല്ല, ഒന്നിലേറെ അച്ചടക്ക നടപടികളുണ്ടായി. ഒരെണ്ണം അന്നത്തെ ചീഫ് സെക്രട്ടറി ജയകുമാറിനെതിരായി പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. രണ്ടാമത്തത് ഒരു മലയാളം പത്രത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളാണ്, ലേഖനങ്ങളാണ്. അന്ന് അച്ചടക്ക നടപടി അവസാനിപ്പിക്കുന്നത് UDF ഗവൺമെൻറ് അവസാന കാലത്ത് ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്തതിലുള്ള വിമർശനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പക്ഷേ അദ്ദേഹം IAS ആയി സർവീസിൽ കയറിയത് സമീപകാലത്താണ് എന്നും ജൂനിയർ മോസ്റ്റ് IAS ഉദ്യോഗസ്ഥനാണ് എന്നുമുള്ള പരിഗണന നൽകിക്കൊണ്ട് ഒരു ലീനിയൻ്റ് വ്യൂ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ അച്ചടക്ക നടപടിയിൽ നിന്ന് ഒഴിവാക്കിയത്. പിന്നീടും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടായി. 2019 സമാന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്ന നിലയുണ്ടായി. ഇതൊക്കെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. 68 റൂൾ 5 പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. റൂൾ 6 പറയുന്നത് മാധ്യമങ്ങളുമായി പരസ്യമായി വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. പുസ്തകം എഴുതണമെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് എന്നതുകൂടി പറഞ്ഞുകൊണ്ട് പുസ്തകത്തിൻ്റെ കരട് സർക്കാരിനെ അറിയിച്ച് അനുമതി വാങ്ങണം. അങ്ങനെ സർക്കാരിന് നൽകി അനുമതി വാങ്ങിയ IASകാരുണ്ട്. റൂൾ 7 പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരണം പാടില്ല. ഈ 3 ചട്ടങ്ങളും തുടർച്ചയായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജൂനിയർ IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലുള്ള ലീനിയൻ വ്യൂ ആണ് അച്ചടക്ക ലംഘനമുണ്ടായപ്പോൾ സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ മുതിർന്ന IASകാരനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തുടർച്ചയായി നടത്തുന്ന അച്ചടക്ക ലംഘനമായി മാറുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. സർക്കാരിനോട് വിശ്വാസ്യതയും സർക്കാരിൻ്റെ നയങ്ങളോട് പ്രതിബദ്ധതയും ഉണ്ടാവേണ്ടത് ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ, ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അതിൻ്റെ ലംഘനമുണ്ടായാൽ കർശനമായ നടപടി തന്നെയാണ് ഉണ്ടാവേണ്ടത്.